എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാമനവമിയാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ, ഗുരുവായൂരപ്പന്റെ ധർമ്മസ്വരൂപമായിട്ട് നാം കാണുന്ന ഭഗവാൻ രാമൻ ഭൂമിയിൽ അവതരിച്ചു എന്ന് വിശ്വസിക്കുന്ന ദിവസമാണ്. ഭഗവാന്റെ ഒരു കഥ ഈ ദിവസം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതുന്നു. ഏറെ പ്രശസ്തമായിട്ടുള്ള കഥയാണ്. കേട്ടിട്ടുള്ള ആളുകൾ സാദരം ക്ഷമിക്കുക, ബാക്കിയുള്ള ആളുകൾ ശ്രദ്ധാപൂർവം കേൾക്കുക. ഭഗവാൻ ശ്രീരാമനെ കാണാൻ വന്ന ഒരു കീരിയുടെ കഥയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഭഗവാൻ രാവണനെ വധിച്ച ശേഷം അയോധ്യയിൽ ജീവിക്കുന്ന സമയത്ത് രാത്രി കൊട്ടാരവാതിൽക്കൽ ഒരു കീരി വന്ന് ഭഗവാനെ കാണണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചു. കാവൽക്കാരൊക്കെ സംസാരിക്കുന്ന കീരിയെ കണ്ട് ആകെ അന്താളിച്ച് ലക്ഷ്മണനെ പോയി വിളിച്ചു. ലക്ഷ്മണൻ രാമനെ പോയി കണ്ടു പറഞ്ഞു, ഏട്ടാ, ഒരു സംസാരിക്കുന്ന കീരി പുറത്തു വന്ന് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഭഗവാന് കാര്യം മനസ്സിലായി. കീരിയെ അകത്തേക്ക് വിളിക്കാൻ പറഞ്ഞു ശ്രീരാമചന്ദ്രൻ. കീരി വന്ന് ഭഗവാനെ നമസ്കരിച്ചു. ഭഗവാൻ കീരിയെ വളരെ കാരുണ്യത്തോടു കൂടി ഒന്ന് നോക്കി. നോക്കിയപ്പോ കീരിയുടെ ദേഹത്ത് മുഴുവൻ അഴുക്ക് പൊഴന്നിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള മുറികൾ കീരിയുടെ ദേഹത്തുണ്ട്. ആ മുറികളിൽ നിന്നൊക്കെ രക്തം ഇങ്ങനെ ഒലിച്ചു വരുന്നുണ്ട്. അപ്പൊ ഭഗവാൻ ചോദിച്ചു, എന്ത് പറ്റി? നിന്റെ ദേഹം ആകെ മുറിഞ്ഞിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ കീരി പറഞ്ഞു, ഈ പ്രശ്നം പറയാനാണ് ഭഗവാനെ ഈ അർദ്ധരാത്രി ഞാനിവിടെ വന്നത്. എന്നെ അവിടത്തെ പ്രജകളിൽപ്പെട്ട ഒരാൾ എന്നെ മർദ്ദിച്ചു. ഇന്ന് ഭയങ്കര ചൂടുള്ള ദിവസമായിരുന്നല്ലോ. ഞാൻ ചന്തയിൽ ഇരിക്കുന്ന സമയത്ത് ചൂട് കൂടി എൻ്റെ ദേഹം ഭയങ്കരമായി ബുദ്ധിമുട്ടി. ആ ചൂടൊന്ന് കുറയ്ക്കാൻ വേണ്ടി അവിടെ കണ്ട ഒരു ചെളി കുളത്തിൽ ഞാൻ ഇറങ്ങി. എൻ്റെ ദേഹം നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വ്യാപാരി, അദ്ദേഹം എന്നെ അകാരണമായി നിരവധി തവണ മർദ്ദിച്ചു. എൻ്റെ ദേഹം മുഴുവൻ അദ്ദേഹം തല്ലിച്ചതച്ചു. അങ്ങയുടെ രാജ്യത്തെ ഒരു പ്രജയാണല്ലോ ഞാനും. എനിക്കും ഇവിടെ അവകാശങ്ങളുണ്ടല്ലോ. ഇതിന് എനിക്ക് നീതി കിട്ടണം എന്ന് കീരി പറഞ്ഞു. ഭഗവാൻ കീരി പറഞ്ഞത് മുഴുവൻ ശ്രദ്ധാപൂർവം കേട്ടു. ഭഗവാൻ ഭരതനെ വിളിച്ച് ആ വ്യാപാരിയെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കാൻ പറഞ്ഞു. ഭഗവാന്റെ കിങ്കരന്മാർ ഭരതൻ നിർദ്ദേശിച്ചതനുസരിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി വ്യാപാരിയെ കൊട്ടാരത്തിലെത്തിച്ചു. രാമൻ പറഞ്ഞു, കീരിക്ക് പറയാനുള്ളത് ഞാൻ കേട്ടു. ഇനി എന്തിനാണ് നീ കീരിയെ തല്ലിയത്? ഇങ്ങനെ ഒരു മിണ്ടാപ്രാണിയെ ഇക്കണ്ട അടി മുഴുവൻ അടിക്കാൻ എന്ത് കുറ്റമാണ് അവൻ ചെയ്തത് എന്ന് രാമൻ വ്യാപാരിയോട് ചോദിച്ചു. വ്യാപാരി രാമനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ പ്രഭു, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ കീരി തൊട്ടടുത്തുള്ള ഒരു ചളിക്കുളത്തിൽ കിടന്ന് പൊളയുകയായിരുന്നു. ആ പൊളയുന്ന സമയത്ത് നിരവധിയായിട്ടുള്ള ചെളിയുടെ തുള്ളികൾ എൻ്റെ ശരീരത്തിലേക്ക് തെറിച്ചു വീണു. എൻ്റെ ദേഹം മൊത്തം അഴുക്കായി. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ അവിടെ കിടന്നിരുന്നൊരു വടിയെടുത്ത് കീരിയെ പൊതിരെ തല്ലി എന്ന് പറഞ്ഞു. ഇതാണ് ഉണ്ടായത്. എൻ്റെ ദേഹം വൃത്തികേടാക്കിയതിനാണ് ഞാൻ അവനെ ശിക്ഷിച്ചത് എന്ന് വ്യാപാരി രാമനോട് പറഞ്ഞു. രാമൻ രണ്ടുപേരുടെയും വാദങ്ങൾ കേട്ട് വിധി പറയാൻ വേണ്ടി ഒരുങ്ങി. ഭഗവാൻ പറഞ്ഞു, ഈ കീരിയും എൻ്റെ രാജ്യത്തെ പ്രജയാണ്. അകാരണമായി അതിനെ തല്ലിയ വ്യാപാരി കുറ്റം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇയാൾക്ക് ശിക്ഷ കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു ദേഹത്ത് ചെളി പറ്റി എന്ന് പറഞ്ഞ് ഒരു പാവം മിണ്ടാപ്രാണിയെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കുന്നത് തീരെ ശരിയായ കാര്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട കീരി, നീ തന്നെ പറയൂ, ഞാൻ ഇയാൾക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു. കീരി ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, അദ്ദേഹത്തിന് കൊടുക്കേണ്ട ശിക്ഷ എന്തെന്നാൽ അങ്ങയുടെ ഖജനാവിന്റെ കാവൽക്കാരനായി അയാളെ നിയമിക്കണം എന്ന് കീരി ഭഗവാനോട് പറഞ്ഞു. ഇത് കേട്ട് ആ സഭയിലുണ്ടായിരുന്ന ആളുകളൊക്കെ ഞെട്ടി. എന്താണ് ഈ കീരി പറയുന്നത്? തന്നെ തല്ലി ചതച്ച ഒരു മനുഷ്യനെ രാജാവിന്റെ ഉദ്യോഗസ്ഥനായി, ഭഗവാന്റെ ഭണ്ണാരം സൂക്ഷിപ്പുകാരനായി, ഖജനാവിന്റെ സൂക്ഷിപ്പുകാരനായി നിയമിക്കണം എന്നാണ് കീരി പറയുന്നത്. എന്തുകൊണ്ടാണ് കീരി ഇങ്ങനെ പറയുന്നതെന്ന് ഇവർക്ക് ആർക്കും മനസ്സിലായില്ല, ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഒഴികെ. ഭഗവാൻ ചിരിച്ചുകൊണ്ട്, കീരിയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ, നാളെ മുതൽ ഇദ്ദേഹം എൻ്റെ ഖജനാവിന്റെ ചുമതലക്കാരനായിരിക്കും എന്ന് അവിടെ വെച്ച് ഉത്തരവിട്ടു. എല്ലാവരും പിരിഞ്ഞു പോയി. കീരിയും പോയി, വ്യാപാരിയും പോയി. ഭഗവാനും ലക്ഷ്മണനും മാത്രമായി.
ലക്ഷ്മണൻ ചിരിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് രാമനോട് ചോദിച്ചു, ഈ കീരി എന്തൊരു വിഡ്ഢിയാണ്. തന്നെ തല്ലിച്ചതച്ച വ്യാപാരിയെ ഇത്ര നല്ല ഒരു സ്ഥാനത്തേക്ക് ഉയർത്തിയല്ലോ ആ കീരി. ഇതാണോ അയാൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ? അയാൾക്ക് ഇനി നല്ല ശമ്പളം കിട്ടും, നല്ലൊരു ജീവിതം ഉണ്ടാവും, ഇതാണോ ആ കീരി ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് കീരിയെ കളിയാക്കിക്കൊണ്ട് ലക്ഷ്മണൻ ചിരിക്കാൻ തുടങ്ങി. ഭഗവാൻ ചിരിച്ചുകൊണ്ട് ലക്ഷ്മണനോട് പറഞ്ഞു, അല്ലയോ ലക്ഷ്മണ, അങ്ങനെ ചിരിക്കണ്ട. ആ കീരി അത്ര ബുദ്ധിമാനായ ഒരു കീരിയാണ്, അത് ഒരു മണ്ടനായ കീരിയല്ല. അദ്ദേഹം ഒരു പാവം മിണ്ടാപ്രാണിയെ പോലും തല്ലാൻ മനസ്സ് കാണിച്ച മനുഷ്യനാണ്. അയാളുടെ മനസ്സ് കളങ്കിതമാണ്. ഞാൻ എൻ്റെ ഖജനാവിൻ്റെ ചുമതലക്കാരനായി അദ്ദേഹം വരികയാണെങ്കിൽ കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ ആ ഖജനാവിൽ നിന്ന് പണം മോഷ്ടിക്കാനുള്ള ചിന്ത സ്വാഭാവികമായും അയാൾക്ക് ഉണ്ടാവും എന്ന് ആ കീരിക്കറിയാം. അതുകൊണ്ട് തന്നെ ആ ധനം അദ്ദേഹം മോഷ്ടിക്കുകയാണെങ്കിൽ അദ്ദേഹം രാജ്യദ്രോഹിയാവും, അയാൾക്ക് വധശിക്ഷ കിട്ടും. ഒരു കീരിയെ തല്ലിയ കാര്യത്തിന് വധശിക്ഷ കൊടുക്കാൻ ചിലപ്പോൾ സാധിക്കില്ല, പക്ഷെ ഖജനാവ് മോഷ്ടിച്ചാൽ വധശിക്ഷയാണ് ഏറ്റവും വലിയ ശിക്ഷ. അതുകൊണ്ട് സമീപ ഭാവിയിൽ തന്നെ അയാൾക്ക് വധശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള ഒരു കെണിയാണ് ആ കീരി ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് ലക്ഷ്മണനോട് ശ്രീരാമൻ പറയുന്നുണ്ട്. അപ്പോഴാണ് ആ വന്ന കീരിയുടെ മഹത്വം, അതിന്റെ ബുദ്ധി ലക്ഷ്മണന് മനസ്സിലാവുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കഥ രാമായണത്തിൽ പറയുന്നുണ്ട്. ഞാൻ ഈ കഥ പറഞ്ഞത് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ രാജ്യത്തില് ഏതൊരു പുഴുവും ഏതൊരു പ്രാണിയും ഏതൊരു മനുഷ്യനും നീതി അർഹിച്ചിരുന്നു. അവർക്കെല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള രാമരാജ്യം. ഒരു മനുഷ്യനും ഒരു തരത്തിലുള്ള വേർതിരിവുമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കണ്ട് അവർക്കെല്ലാവർക്കും തുല്യനീതി എവിടെ കിട്ടുന്നുണ്ടോ അതാണ് രാമരാജ്യം. ആ രാമരാജ്യത്തിലേക്കുള്ള യാത്രയാണ് നാം ഓരോരുത്തരും നമ്മുടെ മനസ്സിനകത്ത് നടത്തേണ്ടത്. നമ്മുടെ മനസ്സിൽ ഏതൊരു മനുഷ്യനെ കണ്ടാലും ഒരു തരത്തിലുള്ള വിഭാഗീയതയും ഇല്ലാതെ, ഒരു തരത്തിലുള്ള വേർതിരിവുമില്ലാതെ ഇവരെല്ലാവരും തന്നെ നമ്മുടെ ആത്മസ്വരൂപങ്ങളാണ് എന്ന് കരുതി അവരെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് സർവേശ്വരനായിട്ടുള്ള ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭു നിങ്ങളെല്ലാവരെയും ഗുരുവായൂരപ്പന്റെ രൂപത്തിൽ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും രാമനവമി ആശംസകൾ. ശ്രീ ഗുരുവായൂരപ്പ ആശ്രമം.